അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6 തിങ്കളാഴ്ച. കാനറികൾ കണ്ണീരോടെ കളം വിട്ടു. 5 ലോക കിരീടങ്ങളുടെ പെരുമയുള്ള ബ്രസീലിനെ 1-നെതിരെ 2 ഗോളുകൾ കട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. കോടിക്കണക്കിന് ബ്രസീൽ ആരാധകരുടെ നെഞ്ചകം തകർത്തുകൊണ്ടാണ് 79-ാം മിനിറ്റിൽ നോർവേയുടെ എർലിംഗ് ഹാലൻഡ് ഹെഡറിലൂടെ ബ്രസീൽ വല കുലുക്കിയത്. 90-ാം മിനിറ്റിൽ കിടിലനൊരു ഇടങ്കാലനടിയിൽ ഹാലൻഡ് നോർവേയുടെ വിജയ ഗോൾ പൂർത്തിയാക്കി. 14-ാം മിനിറ്റിൽ ബ്രൂണോ ഗ്യുമറഷ് നഷ്ടപ്പെടുത്തിയ പെനാൽറ്റിക്ക് ബ്രസീലിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച നെയ്മറാണ് ബ്രസീലിന് ആശ്വാസ ഗോൾ നേടിയത്. PSCക്കെതിരെ വീണ്ടും ആരോപണം. ഡയറ്റ് ലെക്ചറർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിനെതിരെയാണ് പുതിയ ആരോപണം. ഇടത് അധ്യാപക സംഘടനയായ KSTA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നൽകിയതെന്നാണ് ആരോപണം. CPMന്റെ നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി അടക്കം 46 ഏജൻസികൾക്ക് ടെൻഡറില്ലാതെ കരാറെടുക്കുന്നതിനുള്ള അനുമതി UDF സർക്കാർ പുതുക്കിക്കൊടുത്തു. കഴിഞ്ഞ മെയ് 31-ന് ഊരാളുങ്കലിന്റേതടക്കം കാലാവധി കഴിഞ്ഞിരുന്നു. ഈ മാസം അവസാനം വരെ കാലാവധി നീട്ടി ധനവകുപ്പാണ് ഉത്തരവിറക്കിയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി LDFൽ വീണ്ടും തർക്കം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. ഏകപക്ഷീയമായി എടുക്കേണ്ട തീരുമാനമല്ല. പിണറായി പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണോ എന്ന് CPM വ്യക്തമാക്കണമെന്നും സുനീർ പറഞ്ഞു. തെറ്റുതിരുത്തി TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ തിരിച്ചുവരുന്നതിന് തടസ്സമില്ലെന്ന് CPM നേതാവ് MV ജയരാജൻ. നിലപാട് പറയേണ്ടത് വിമത MLAമാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അത് പാർട്ടി നിലപാടല്ലെന്നും ഓരോരുത്തരും ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ടതില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തനിക്കല്ല തെറ്റുപറ്റിയത് CPMനും അതിലെ നേതാക്കൾക്കുമാണെന്ന് TK ഗോവിന്ദൻ MLA. CPMും നേതാക്കളുമാണ് തിരുത്തേണ്ടത്. തങ്ങൾ തിരികെ വരുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തേണ്ട അവസ്ഥയിലേക്ക് പാർട്ടിക്ക് ഭാവിയിൽ തിരുത്തൽ വരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. താനെന്നും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും വേറെ ഒരു പാർട്ടിയിലേക്കുമില്ലെന്നും V കുഞ്ഞിക്കണ്ണൻ MLA. തെറ്റുതിരുത്തി തിരികെ വരണമെന്ന MV ജയരാജന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. PMശ്രീ ഒപ്പിട്ടതടക്കമുള്ള വിഷയങ്ങളിൽ CPMന്റെ നിലപാട് ശുദ്ധമല്ല. അച്ചടക്ക ലംഘനം കാണിക്കുന്നവരെ കോടാലിക്കൈ, വർഗവഞ്ചകൻ, ഒറ്റുകാരൻ തുടങ്ങിയ പദാവലികൾ പ്രയോഗിക്കുന്നവരാണ് CPMകാരെന്നും അദ്ദേഹം പരിഹസിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ MSC കമ്പനിക്ക് വിൽക്കാനുള്ള കരാർ റദ്ദാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരാറിലൂടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്നും ഇതൊരു വലിയ ഡീലാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് K കരുണാകരന്റെ പേര് നൽകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. K കരുണാകരന്റെ സ്വപ്നമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം. രാജ്യത്തെ എണ്ണപ്പെട്ട വിമാനത്താവളമായി നെടുമ്പാശ്ശേരി മാറിയതിൽ നന്ദി പറയേണ്ടത് കരുണാകരനോടാണെന്നും VM സുധീരൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ മൊഴി കള്ളമാണെന്ന് പോലീസ്. പ്രണയിച്ച സഹപാഠി ഉൾപ്പെടെ ഉപദ്രവിച്ചെന്ന ആരോപണം പ്രണയ നൈരാശ്യം മൂലം ഉന്നയിച്ചതാണെന്ന് പോലീസ്. പെൺകുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു. പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ വ്യാജ പീഡന പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന യുവാവ്. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയരച്ചു, മുടിയിൽ പിടിച്ചു വലിച്ചു, ചെവിയിൽ പിടിച്ച് കറക്കി, ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ഉപദ്രവിച്ചു. 3-ാം തീയതി വൈകിട്ട് പിടികൂടിയ ശേഷം ശനിയാഴ്ച വൈകിട്ടാണ് വിട്ടയച്ചത്. ഈ സമയമത്രയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആളുമാറി സഹോദരനെയും പിടിച്ചുകൊണ്ടുപോയി എന്നും പിന്നീട് വിട്ടയച്ചെന്നും യുവാവ്. നടൻ മോഹൻലാൽ തന്റെ കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി. വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമോപ്പ് സംവിധാനം ഉപയോഗിച്ച് തീർപ്പാക്കാനാണ് നടപടി.
ടിനി ടോമിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടവന്ത്ര SHOയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് പരാതി നൽകുമെന്ന് അൻസിബ. SHOയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി അന്വേഷണം നടക്കില്ലെന്നും ഇന്നലെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചെന്നും അൻസിബയുടെ അഭിഭാഷകൻ പറഞ്ഞു. ശ്വേത മേനോൻ ദേശീയവാദിയാണ്, മോദി ഭക്തയാണ്, പക്ഷേ BJPക്കാരിയല്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്. അമ്മയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. SNDP യോഗം നേതാവായിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഭാര്യ ഉഷാദേവി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറുമാണ് മഹേഷിന്റെ മരണത്തിന് കാരണക്കാരെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചയാൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പാലക്കാട് നെല്ലൂർ പുള്ളി പാറോലിൽ ഷൈജുവാണ് മരിച്ചത്. വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയിൽ വരെ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് റിയാസ് MLA. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ വി ഡി സതീശനാണ്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. തലശ്ശേരിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട്. നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച ലക്ഷങ്ങളുമായി സെക്രട്ടറി മുങ്ങി. സംഭവത്തിൽ ഭരണസമിതി സഹകരണ വകുപ്പിലും പോലീസിലും പരാതി നൽകി. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ച CI C. ദേവരാജനെ ഇരുമ്പ് കസേര കൊണ്ട് തലക്കടിച്ച പ്രതി വാലക്കോണം മങ്ങാട്ടുപാറ സ്വദേശി യദുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തി മദ്യക്കുപ്പി അടിച്ചുപൊട്ടിച്ച് ഭീകരാന്തരീക്ഷമുണ്ടാക്കിയ ഇയാളെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഓടിക്കയറി. ഇയാളെ പിടികൂടുന്നതിനിടെയാണ് CIയെ ആക്രമിച്ചത്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനോ പുളിക്കണ്ടത്തിലിന്റെ സ്വതന്ത്ര കൂട്ടായ്മ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് പ്രമേയം പാസാക്കി. തീരുമാനം ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിക്കാനും തീരുമാനമായി. DYFI സമ്മേളനത്തിന് പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡ് വിട്ടുനൽകാൻ പാലാ നഗരസഭാ കൌൺസിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചതാണെന്ന് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം. UDF അംഗങ്ങളുടെ അഭാവത്തിലായിരുന്നു വോട്ടെടുപ്പ്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലെ 900 ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട US ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് കമ്പനി പ്രതിനിധികളുമായി 10-ന് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് ചർച്ച നടത്തും. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പുരാവസ്തുക്കൾ മറയാക്കി കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മോൻസൻ മാവുങ്കലിന്റെ ആഡംബര കാറുകൾ ചേർത്തല പോലീസ് ആക്രി വിലയ്ക്ക് വിറ്റു. ഇതിൽ മുംബൈയിലെ സിനിമാ നടിയുടെ പേരിലുള്ള വാഹനവും ഉൾപ്പെടുന്നുണ്ട്. മുസ്ലിം ലീഗ് മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചെന്നും പാർട്ടിക്കു വേണ്ടി അധ്വാനിച്ചവരെ പരിഗണിച്ചില്ലെന്നും പ്രതിഷേധ പ്രമേയവുമായി MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും നേതൃത്വത്തിനെതിരെ സമാനമായ രീതിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിലെ കൊലപാതക കേസിൽ മുഖ്യപ്രതി നൂർ ആലമിനെ ആസാമിലെ ഒളിക്കേന്ദ്രത്തിൽ നിന്ന് പോലീസ് പിടികൂടി. ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതര സംസ്ഥാനക്കാരുടെ പെൺവാണിഭ കേന്ദ്രത്തിൽ ജൂൺ 21-നായിരുന്നു ഒഡീഷ സ്വദേശിയായ ധൻപത് നായിക് കൊല്ലപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടെ 6 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രദേശത്ത് വിള്ളൽ രൂപപ്പെടാൻ കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ. കനത്ത മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ വഴിയിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് പുറമെ BJPയുടെ ദേശീയ തലത്തിലുള്ള സംഘടനാ അഴിച്ചുപണിയും ഉടനെന്ന് സൂചന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അടക്കമുള്ളവർ 3 മണിക്കൂർ ചർച്ച നടത്തി.
കേരളത്തിൽ നിന്നുള്ളവരുടെ അടക്കം സംഘടനാ ചുമതലയിൽ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. പ്രതികളുടെ സ്വത്തിടപാടുകളെക്കുറിച്ചും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. 15,000 രൂപ മാസശമ്പളത്തിന് നോട്ടെണ്ണാനും മറ്റുമായി നിയമിക്കപ്പെട്ടവർ ദിവസേന 8 ലക്ഷം രൂപ വരെ കടത്തിയെന്നാണ് കണ്ടെത്തൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് കേസിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയോട് തെളിവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടണമെന്ന വിചിത്ര വാദവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരിൽ നിന്ന് തെളിവ് തേടണമെന്നാണ് VHP അധ്യക്ഷൻ അലോക് കുമാർ അയോധ്യ DSPക്ക് കത്ത് നൽകിയത്. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ചമ്പത് റായിക്ക് കുരുക്ക് കൂടുതൽ മുറുക്കി മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. 5 കോടി വിലമതിക്കുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ രാമചരിതമാനസം ചമ്പത് റായിയുടെ അറിവോടെ വഴിപാടായി നൽകിയെന്നും ഇപ്പോൾ ഒരു വിവരവുമില്ലെന്നും മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി S. ലക്ഷ്മി നാരായണൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം. സംരംഭകനും TV താരവുമായ തെഹ്സീൻ പൂനാവാലയുടെ നേതൃത്വത്തിൽ എഥനോൾ തട്ടിപ്പിനെതിരെ ടീം ഭാരത് എന്ന പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുംബൈയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സർക്കാർ, മുനിസിപ്പൽ, സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമാണ്. ചതിയന്മാരായ വിമതർ ധൈര്യമുണ്ടെങ്കിൽ BJPയിൽ ചേർന്ന് തന്നോട് പൊരുതണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി. അല്ലാതെ BJPയുടെ സ്പോൺസേഡ് കളിക്ക് നിൽക്കരുതെന്നും മമത. കന്നി മത്സരത്തിനൊരുങ്ങി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ജൻ സുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജിവെച്ച ബങ്കിപ്പൂർ സീറ്റിലേക്ക് പ്രശാന്ത് കിഷോറിന്റെ സ്ഥാനാർത്ഥിത്വം ജൻ സുരാജ് പാർട്ടി പ്രഖ്യാപിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിച്ചതിന് മെറ്റയ്ക്ക് കേന്ദ്ര IT മന്ത്രാലയം നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നും ഇത്തരം ദൃശ്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഊർജ്ജ വ്യാപാര സഹകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അന്ത്യാഞ്ജലിയുമായി 10,000 എത്തുന്നത് കണ്ട് അമ്പരന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചടങ്ങുകൾക്കിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജനങ്ങൾ ഖമേനിയെ വെറുക്കുന്നു എന്നാണ് താൻ കരുതിയതെന്നും ഇതൊരുപക്ഷെ വ്യാജ കണ്ണീർ ആയിരിക്കാമെന്നും ട്രംപ് പ്രതികരിച്ചു. ഇറാനിൽ വൻ ജനാവലിയുമായി ഖമേനിയുടെ വിലാപയാത്രയ്ക്കിടെ 3000-ഓളം പേർ വരെ മരിച്ചേക്കാമെന്ന് ജർമ്മൻ മാധ്യമമായ ഡി വെൽറ്റ്. വൻ ജനക്കൂട്ടമുണ്ടാക്കുന്ന അപകടങ്ങൾ നേരിടാൻ അടിയന്തര മുൻകരുതലുകൾ എടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യയിലെ പ്രധാന ഓയിൽ ടെർമിനലിന് നേരെ യുക്രൈന്റെ ആക്രമണം. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കൂറ്റൻ ഓയിൽ ടെർമിനലിന് നേരെയാണ് ആക്രമണം നടത്തിയത്. റഷ്യയുടെ നേവൽ ബേസിന് നേരെയും ആക്രമണം നടത്തിയതായും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അവകാശപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ നടന്നേക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിച്ചതായി ഡൊണാൾഡ് ട്രംപാണ് വെളിപ്പെടുത്തിയത്. വിദേശ വനിതകളെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ കൊച്ചുമകൻ അറസ്റ്റിലായതിനു പിന്നാലെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെ രാജിക്കായി മുറവിളി. കേസിൽ പ്രതിയായ കൊച്ചുമകൻ റാസ ദറിനെ സംരക്ഷിക്കാനായി ഇഷാഖ് ദർ ശ്രമിക്കുന്നതായി ആരോപിച്ചാണ് മന്ത്രിക്കെതിരെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തിയത്. ലോകകപ്പ് ക്വാർട്ടറിൽ ജൂലൈ 10 പുലർച്ചെ 1:30 ഫ്രാൻസ് മൊറോക്കോ പോരാട്ടം. പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് ക്വാർട്ടറിലെത്തിയത്. 2022 റഷ്യൻ ലോകകപ്പിൽ സെമിയിൽ മൊറോക്കോയെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ഫ്രാൻസ്. വനിതാ T20 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്ത് ഓസ്ട്രേലിയയ്ക്ക് 7ാം കിരീടം. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന കിരീടപ്പോരിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 2ാം വിക്കറ്റിൽ ബെത്ത് മൂണി ലിച്ചിഫീൽഡ് സഖ്യം 67 പന്തിൽ സെഞ്ചുറി കൂട്ടുകെട്ടുയർത്തി ഓസീസിനെ വിജയത്തിന് അടിത്തറയിടുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.